ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഫോളോ അപ്പിന് കുഞ്ഞു വാവനെയും കൊണ്ട് ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്ന കാര്യത്തിനൊക്കെ ആൻസർ പറയുന്നതിന് പകരം ഫുൾ കരച്ചിലായിരുന്നു. കാര്യം എത്ര പന്തിയില്ലെന്ന് കണ്ടപ്പോൾ അമ്മയായിട്ട് സംസാരിച്ചു. അമ്മ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതുവരെ ഫുൾ ഫാമിലി അവരെ എല്ലാ അറ്റൻഷനും അവരുടെ മേലായിരുന്നു. കുഞ്ഞ് വന്നപ്പോൾ അതെല്ലാം കൂടി കുഞ്ഞിന്റെ മേലായി. അപ്പൊ അവരാരും കെയർ ചെയ്യുന്നില്ല. മൊത്തത്തിലൊരു ലോൺലിനെസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു. അമ്മയും മദർ ഇൻ ലോയും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരും കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. ആ കാലത്തും ഇതേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കിട്ടുന്ന ആ പരിഗണന അന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ജനറേഷന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പരിഗണന കിട്ടിയത് കുറച്ച് കൂടുതലായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് കുഞ്ഞിനെ നോക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞിനെ നോക്കുന്നുണ്ട്, ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ അവര് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ അവരെ കൗൺസിൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ സീറ്റിൽ ഇരുന്നുകൊണ്ട് അവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം ആ ഒരു അവസ്ഥയിൽ കൂടെ ആ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ, എനിക്കൊരു 3 month old ബേബി ഉണ്ട്. ആ അമ്മ അന്ന് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഒരാളെ ഉപദേശിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് അതിന്റെ എക്സാക്ട് കാര്യം മനസ്സിലാവുള്ളൂ. അപ്പം കമ്മിങ് ടു ദ പോയിന്റ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ബ്ലൂസ് അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്? ആദ്യത്തെ ഒരു 3-4 ആഴ്ച ഈ അമ്മമാരിൽ കാണുന്ന ഒരു മൂഡ് സ്വിങ്സ് ആണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. അത് ഫാമിലിയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഉടനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അത് കുറച്ചുകൂടി ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കേസിൽ അമ്മയ്ക്ക് നല്ല സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര അവർ മൂടിയായിരിക്കും. അവർക്ക് കുഞ്ഞിനെ ഒന്നും നോക്കാൻ പറ്റില്ല. ആകെ മൊത്തം ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മുന്നേ എൻജോയ് ചെയ്ത കാര്യങ്ങളൊന്നും ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. പിന്നെ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അതിലെന്ന് പറഞ്ഞാല് അവർക്ക് ചിലപ്പോൾ കുഞ്ഞിന് തന്നെ ഹാമായിട്ടുള്ള കാര്യങ്ങൾ അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. കുഞ്ഞിനെ പോലും അവർക്ക് വേണ്ട, കുഞ്ഞിനെ കൊല്ലാനുള്ള ദേഷ്യം പോലും അവർക്ക് ഉണ്ടാവും. അതുപോലെ സ്വയം ഇല്ലാതാവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് എന്തായാലും ഇതൊക്കെ ആദ്യമേ കണ്ട് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ, ഇപ്പൊ അശ്വതി ശ്രീകാന്ത് അവരെ കഥ ഒക്കെ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോൾ അയ്യോ പാവം എന്ന് പറയും. പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആരും തിരിച്ചറിയില്ല. ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ പറയാൻ എന്താ വെച്ചാൽ, ഇതെല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. നമ്മുടെ അമ്മമാരും ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ വന്നത്. ഇറ്റ്സ് ഓക്കെ, ഇതിങ്ങനെ മാറിക്കോളും, അത്രേ പറയുള്ളൂ. ശരിക്കും അങ്ങനെയല്ല. ഏറ്റവും നല്ല കാര്യം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ നോക്കിയിരുന്ന അമ്മമാരുണ്ടായിരുന്നു കുറെ പേര്. അതൊരു ഗ്രൂപ്പ് ഓഫ് അമ്മമാരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം എൻ്റെ ഡെലിവറിക്ക് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്ന അവരുടെ മെസ്സേജുകളായിരുന്നു. അപ്പൊ അവർ ഡെയിലി, മാം ഹാപ്പിയാണോ, കുട്ടി ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, ഇങ്ങനെ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ എപ്പോഴും നമ്മളെ കൂടെയുള്ള, നമ്മളെ അതേപോലെ തന്നെ കുഞ്ഞിനെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന പുതിയ അമ്മമാർ, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയാണ് ആരാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അവരുമായിട്ട് എപ്പോഴും ഒരു ബന്ധം പുലർത്തുക. എപ്പോഴും മെസ്സേജ് ചെയ്യുക, എന്ത് സങ്കടം ഉണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക. അതിലൂടെ ഈ ഒരു അവസ്ഥയെ നമുക്ക് സിമ്പിൾ ആയിട്ട് മറികടക്കാൻ പറ്റുന്നതാണ്.